ഇന്ത്യൻ റെയിൽവേയും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും സർവീസിന് തയ്യാറെടുക്കുകയാണ്. ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിലേക്കാണ് ആദ്യ സർവീസ് എന്ന തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ വർഷം തന്നെ 12 പുതിയ ട്രെയിനുകൾ കൂടി ട്രാക്കിലേക്ക് എത്തും. മലയാളികൾക്ക് സമ്മാനമായി അതിൽ 2 കേരളത്തിന് അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനായി 2 റൂട്ടുകളും പരിഗണിക്കുന്നുണ്ട്. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അനുവദിക്കുക എന്നതാണ് കേന്ദ്രത്തിന്റെ അപ്രഖ്യാപിത നയം. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കും നിലവിൽ BJP ഭരണം കൈയാളുന്ന അസാമിനും കൂടുതൽ ട്രെയിനുകൾ ലഭിച്ചേക്കും. BJPക്ക് വലിയ പ്രതീക്ഷയുള്ള പശ്ചിമ ബംഗാളിനായിരിക്കും കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുകയെന്നാണ് റെയിൽവേ നൽകുന്ന സൂചന. കേരളത്തെ സംബന്ധിച്ച് 2 ട്രെയിനുകൾ അനുവദിക്കുന്നത് വലിയ നേട്ടമായിരിക്കും. ഈ 2 ട്രെയിനുകളും തിരുവനന്തപുരത്ത് നിന്നാകും സർവീസ് നടത്തുക. തിരുവനന്തപുരം ചെന്നൈ സർവീസിനാണ് പ്രഥമ പരിഗണന. 2 സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ചാകും നടക്കുകയെന്നതാണ് ഇതിന് കാരണം. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടാണ് രണ്ടാമത് പരിഗണിക്കുന്നത്. അതേസമയം കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് മുൻപ് ആവശ്യപ്പെട്ടിരുന്നത് തിരുവനന്തപുരം മംഗളൂരു റൂട്ടിലെ സർവീസാണ്. പ്രഥമ പരിഗണനയിലുള്ള 2 റൂട്ടുകളിലേക്ക് ട്രെയിനുകൾ ഓടുന്നതും മലബാറിലെ യാത്രക്കാർക്ക് ഗുണമുള്ളതല്ല. അതുകൊണ്ട് തന്നെ 2 സർവീസുകളും തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്നതിന് പകരം ഒരെണ്ണം മംഗളൂരുവിൽ നിന്ന് ആരംഭിക്കണമെന്ന ആവശ്യം ഉയർന്നേക്കാം. മലബാറിൽ നിന്ന് കൂടുതൽ ആളുകൾ ജീവിക്കുന്ന ബംഗളൂരുവിലേക്കുള്ള ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്നതിന് പകരം മംഗളൂരുവിൽ നിന്നായിരിക്കണമെന്ന ആവശ്യം ഉയർന്നേക്കാം. ബംഗളൂരു ട്രെയിൻ തമിഴ്നാട് വഴിയും കടന്നുപോകും. കോയമ്പത്തൂർ നഗരത്തെയും അതുകൊണ്ട് തന്നെ ഇത് ബന്ധിപ്പിക്കാനാകും. നിരവധി മലയാളികൾ കഴിയുന്ന നഗരമാണ് കോയമ്പത്തൂർ. അതുകൊണ്ട് തന്നെ കേരളം ആവശ്യമുന്നയിച്ചാൽ ബംഗളൂരുവിലേക്കുള്ള സർവീസ് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്നതിന് പകരം മംഗളൂരുവിൽ നിന്ന് ആകാനുള്ള സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല. അതിനിടെ തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ചാൽ നാട്ടിലേക്ക് രാത്രി യാത്രയ്ക്ക് ആഴ്ചയിൽ 5000-ഓളം ബർത്തുകൾ കൂടിയാണ് ബംഗളൂരു മലയാളികൾക്ക് ലഭിക്കുക. 2 സ്ലീപ്പർ റോക്കുകൾ ലഭിച്ചാൽ മാത്രമേ ഇരുവശങ്ങളിലേക്കും പ്രതിദിന സർവീസ് നടത്താൻ കഴിയൂ. കോട്ടയം വഴിയായാൽ മധ്യ കേരളത്തിലുള്ളവർക്ക് കൂടുതൽ സൗകര്യപ്രദമാകും. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ 858 കിലോമീറ്ററാണ്. ഈ റൂട്ടിലോടുന്ന വേഗമേറിയ ട്രെയിനായ ബയ്യപ്പനഹള്ളി SMVT തിരുവനന്തപുരം നോർത്ത് ഹംസഫർ എക്സ്പ്രസ് 15 മണിക്കൂർ കൊണ്ടാണ് ഓടിയെത്തുന്നത്. 15 സ്റ്റോപ്പുകളാണ് ഹംസഫറിന് അനുവദിച്ചിരിക്കുന്നത്. 14 സ്റ്റോപ്പുകൾ മാത്രമുള്ള യശ്വന്തപുര തിരുവനന്തപുരം നോർത്ത് AC എക്സ്പ്രസ് ഈ ദൂരം 15 മണിക്കൂർ 25 മിനിറ്റ് കൊണ്ടാണ് പിന്നിടുന്നത്. എറണാകുളം വന്ദേ ഭാരത് 8.5 മണിക്കൂർ കൊണ്ട് ഓടിയെത്തുന്നതിനാൽ വന്ദേ ഭാരത് സ്ലീപ്പർ തിരുവനന്തപുരത്ത് 12 മണിക്കൂറിലെത്താനാണ് സാധ്യത. കുഷൻ ബർത്തുകൾ, ഓട്ടോമാറ്റിക് വാതിലുകൾ, കവച് സുരക്ഷാ സംവിധാനം എന്നിവയും പ്രത്യേകതകളാണ്. നിലവിൽ ബുധൻ ഒഴികെയുള്ള ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ബംഗളൂരു എറണാകുളം ജംഗ്ഷൻ വന്ദേ ഭാരത് പകൽ സർവീസാണ്. നിറയെ യാത്രക്കാരുമായാണ് ഏതാണ്ട് എല്ലാ ദിവസവും സർവീസ്. 16 കോച്ചുകളിൽ 823 പേർക്ക് യാത്ര ചെയ്യാം. 16 കോച്ചുകളുള്ള ബംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് സ്ലീപ്പറിൽ 823 പേർക്കും യാത്ര ചെയ്യാം. തേർഡ് AC-യിൽ 611 പേർക്കും സെക്കൻഡ് AC-യിൽ 158 പേർക്കും ഫസ്റ്റ് AC-യിൽ 24 പേർക്കും യാത്ര ചെയ്യാം. ഭക്ഷണം ഉൾപ്പെടെ തേർഡ് AC-യിൽ 2300 രൂപയായിരിക്കും ഏകദേശ നിരക്കെന്നാണ് റെയിൽവേ നൽകുന്ന സൂചന. സെക്കൻഡ് AC-യിൽ 3000, ഫസ്റ്റ് AC-യിൽ 3600 ആകാനാണ് സാധ്യത. ബംഗളൂരു തിരുവനന്തപുരം റൂട്ടിലെ ട്രെയിനുകൾ ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് 2 പ്രതിദിന ട്രെയിൻ സർവീസുകളാണുള്ളത്. KSR ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് കോട്ടയം വഴിയും മൈസൂരു തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ആലപ്പുഴ വഴിയുമാണ് സർവീസ്. കൂടാതെ ആഴ്ചയിൽ 3 ദിവസമുള്ള യശ്വന്തപുര തിരുവനന്തപുരം നോർത്ത് ഗരീബ് രഥ് എക്സ്പ്രസ്, ആഴ്ചയിൽ 1 ദിവസം മാത്രമുള്ള യശ്വന്തപുര തിരുവനന്തപുരം നോർത്ത് AC എക്സ്പ്രസ്, ബംഗളൂരു വഴിയുള്ള ഹുബ്ബള്ളി തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്, ആഴ്ചയിൽ 2 ദിവസമുള്ള ബയ്യപ്പനഹള്ളി SMVT തിരുവനന്തപുരം നോർത്ത് ഹംസഫർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ കൂടിയുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.